മനസ്സ് എന്ന മാധ്യമത്തിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് മൗനഭാഷ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കും. പ്രപഞ്ചം മുഴുവൻ എല്ലായിടത്തും ഇല്ലേ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി? അതാണ് പറഞ്ഞത്, എല്ലായിടത്തും ഇല്ലേ ടെലിപ്പതിക് സന്ദേശം നമുക്ക് എവിടെ വേണേലും എത്തിക്കാം. ടെലിപ്പതിയിലൂടെ നമുക്ക് എവിടെ വേണേലും ഭൂമിയുടെ മറുഭാഗത്തിരിക്കുന്നവരോടും സംസാരിക്കാം, അത് സന്ദേശങ്ങൾ അയക്കാം, ടെലിപ്പതിക്ക് സന്ദേശം അയക്കാം. ഇപ്പൊ ടെലിപ്പതി സന്ദേശം കിട്ടണില്ലേ? ഇല്ലേ? അമേരിക്കയിൽ ഇരുന്നിട്ട് വിളിച്ചാൽ ഇവിടെ കിട്ടില്ലേ? അമേരിക്കയിൽ ഇരുന്നിട്ട് ഒരാൾ വർത്തമാനം പറഞ്ഞാൽ ഇവിടുത്തെ മൊബൈലിൽ കിട്ടില്ലേ? അതൊരു ടെലിപ്പതി അല്ലേ? അല്ല, ഒരു ടെക്നോളജി അല്ലേ? ടെക്നോളജി, ഉള്ളിലുള്ള ഒരു ടെക്നോളജി മാത്രമേ പുറത്തുണ്ടാകൂ. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ടെലിപ്പതിക് ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജിയുടെ ഭൗതിക രൂപമാണ് മൊബൈൽ. ടെലിപ്പതിയിലൂടെ ഇത് സഞ്ചരിക്കാം. ഇത് സഞ്ചരിക്കുന്നതും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ്. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അതെ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ഇത് സഞ്ചരിക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് പറയുന്നില്ലേ, ഇപ്പൊ നമുക്ക് റോഡിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഒരു പെണ്ണ് വർത്താനം പറയുമല്ലേ, ഇങ്ങനെ ഇടത്തോട്ട് തിരിയെ വലത്തോട്ട് തിരിയെ എന്നൊക്കെ പറയില്ലേ? ഗൂഗിൾ അങ്ങോട്ട് തിരിയണത് അവരവിടുന്ന് മെസ്സേജ് അയക്കട്ടെ. നിങ്ങൾ കേൾക്കണത് ഏത് മീഡിയത്തിലൂടെയാണെന്നുള്ളത്? ഇലക്ട്രോ മാഗ്നറ്റിക് മീഡിയത്തിലൂടെയാണ്. അത് നമുക്ക് അങ്ങനെ ഒരു അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്. എങ്ങനെ വിടാം, മെസ്സേജസ് വിടാം. അതിന് പ്രയത്നിച്ച് ഒരു ഉപകരണം കണ്ടുപിടിച്ചു. എന്നിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലൂടെ മെസ്സേജ് അയച്ചു. ഇവിടെ സ്വീകരിക്കാൻ ഒരു മെസ്സേജ് അല്ലാതെ കേൾക്കാൻ പറ്റില്ലല്ലോ. അല്ലാതെ ഇവിടെ മുഴുവൻ ആ ശബ്ദം ഇല്ലേ? ഉണ്ട്. അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അനുയോജ്യമായ ഒരു ഉപകരണം വേണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ചിട്ടപ്പെടുത്തി അത് സ്വീകരിക്കാൻ പറ്റുന്ന പരുവത്തിലായാലേ അവിടുന്ന് അയച്ചാലും കേൾക്കാൻ പറ്റുള്ളൂ. ഒരാളെ അയക്കുന്നു എന്നിരിക്കട്ടെ, ടെലിപ്പതിക്ക് സന്ദേശം അയച്ചാൽ അത് സ്വീകരിക്കുന്ന ആളിനു കൂടി അത് ട്യൂൺ ചെയ്യേണ്ടി വരും. നടക്കും. ഇപ്പൊ ആലോചിക്കേണ്ട ഇനി കേൾക്കാൻ പറ്റും. നമുക്ക് കേൾക്കാൻ പറ്റണം. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് പണ്ടുള്ളവരുടെ ഇവിടെ മരിക്കാതെ കിടക്കുന്ന ശബ്ദങ്ങളെ എടുക്കുന്നത്. ആ ടെക്നോളജി ഉണ്ടാക്കുന്ന ഉപകരണം പോലെ ആരെ ഉണ്ടാക്കാം? നമ്മളെ ഇത് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന അതിലൂടെയാണ് ഈ ശബ്ദത്തെ പിടിച്ചെടുക്കാൻ പറ്റും. നാച്ചുറൽ ഇൻ്റലിജൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ വ്യത്യാസം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് എല്ലാ മെസ്സേജസും ഇപ്പൊ തന്നോണ്ടിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും തന്നോണ്ടിരിക്കുകയാണ്. നാച്ചുറൽ ഇൻ്റലിജൻസിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കാൻ പറ്റും. എന്താ വ്യത്യാസം, ഡിഫറൻസ്? നാച്ചുറൽ ഇൻ്റലിജൻസിനെ ജീവനുള്ളൂ. അതെങ്ങനെയാണ് വന്നത്? എവിടുന്നാ വന്ന ജീവൻ? എവിടുന്നോ വന്നതാണ്. തീ കൊളുത്തി വന്നതാണ്. കൊളുത്തി വന്നതാണ്. കണ്ണിയായി വന്ന ഒരു മനസ്സുണ്ട്. അതായത് ഒരു ദൈവിക മനസ്സുണ്ട്, ഒപ്പം ഒരു മാനുഷിക മനസ്സുമുണ്ട്. നമ്മൾ അന്നം മനസ്സായി മാറുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മനസ്സ് ഒരു മാനുഷിക മനസ്സാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ വേറെ ഒരു ദൈവിക മനസ്സും കൂടി ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേരാണ് ബുദ്ധി. മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിൽ ഒരു ദൈവിക മനസ്സുണ്ട്. ആ മനസ്സിൻ്റെ പേരാണ് ബുദ്ധി.
ആ ബുദ്ധിക്ക് ചുറ്റുമാണ് നമ്മളുടെ മാനുഷിക മനസ്സ് രൂപപ്പെടുത്തിയത്, നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഒരു പ്രോബ്ലം ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് പോഷകങ്ങളുടെ കുറവ് വന്നു കഴിഞ്ഞാൽ ബുദ്ധി വികലമാവില്ല. ബുദ്ധിക്കൊന്നും സംഭവിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെയാണ്, ആത്മാവിന് നിത്യശാന്തി ഒന്നും ചെയ്യാറില്ല. ബുദ്ധി എല്ലാവരുടെയും ഒന്നാണ്. ബുദ്ധി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒന്നാണ്. അത് വന്നത് ആദിമാതാവിൽ നിന്നും ആദിപിതാവിൽ നിന്നും പരമ്പരയായി നമ്മളിലേക്ക് എത്തപ്പെട്ടതാണ്. അതിനോട് ചേർന്നിട്ടാണ് നമ്മൾ മാനുഷിക മനസ്സ് രൂപപ്പെടുത്തിയത്. ബുദ്ധി മനസ്സും വന്നില്ലേ? മാനുഷിക മനസ്സ് രൂപപ്പെടുത്തിയത് അങ്ങനെയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏത് മനസ്സ് മാത്രമേ ഉള്ളൂ? മാനുഷിക മനസ്സ് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ദൈവിക മനസ്സ് അതിന് കിട്ടിയിട്ടില്ല. അത് പരമ്പരയായി കണ്ണി അമ്മയുടെ പൊക്കിൾ കൊടി ബന്ധത്തിലൂടെ കൈമാറി വന്ന ഒരു സാധനമാണത്. അതുകൊണ്ടാണ് കുട്ടികൾ എന്ന് ഈശ്വരനാണെന്ന് പറയുന്നത്. പിറക്കുന്ന കുട്ടികൾ മുഴുവൻ ഈശ്വരനാണ് എന്ന് പറയാൻ കാര്യം എന്താണ്? അവരുടെ ഒറ്റ മനസ്സേ ഉള്ളൂ, ദൈവിക മനസ്സ് മാത്രമാണുള്ളത്. വളർന്നു വരുമ്പോഴാണ് മാനുഷിക മനസ്സുകൂടി ഇതിനകത്ത് അതിന് ചുറ്റും ഫോം ചെയ്യുന്നത്. അതിലേക്കാണ് അറിവ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണേ. ബുദ്ധിയിലിരിക്കുന്ന അറിവ് അതിലേക്ക് കൊണ്ടുവരാൻ നിൽക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ ഏത് മനസ്സാണ് ഉറങ്ങണേ? മാനുഷിക മനസ്സ് മാത്രമേ ഉറങ്ങുന്നുള്ളൂ. ഈശ്വര മനസ്സ് അവിടെ ഇരുന്നിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ഉറങ്ങിയാൽ പിന്നെ എഴുന്നേക്കില്ല. ദൈവിക മനസ്സ് അവിടെ എപ്പോഴും ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്വാസോച്ഛ്വാസം കൊടുക്കണം, രക്തം ഓടുന്ന, ഹാർട്ട് ബീറ്റും എല്ലാം വൈകുകയാണ്. പക്ഷെ ഒരാൾ ഉറങ്ങും, മാനുഷിക മനസ്സ് ഉറങ്ങും. അങ്ങനെയാണെങ്കിൽ ഈശ്വര മനസ്സും ദൈവിക മനസ്സും മാനുഷിക മനസ്സും കൂടി ഒന്നായാൽ നിങ്ങൾക്ക് ഉറങ്ങണോ? വേണ്ടിവരില്ല. ഉറങ്ങേണ്ട ആവശ്യമേ വരില്ല. ക്ഷീണം വരില്ല. അതിൻ്റെ ക്ഷീണമേ വരില്ല. നമ്മളുടെ മാനുഷിക മനസ്സിനാണ് ഇപ്പോൾ ക്ഷീണം സംഭവിക്കണേ. ഉറങ്ങണം. ദൈവിക മനസ്സ് എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒന്നാണ്. ഉണർന്നേ ഇരിക്കുക. അതിന് ഉറങ്ങണില്ല. അറിവുകൾ കെട്ടിക്കൊണ്ടേയിരിക്കും. പിടികിട്ടണുണ്ടല്ലോ ആയിരിക്കുമല്ലോ. ഇത്ര നാൾ പഠിച്ചതല്ലേ? ഇത്ര നാൾ പഠിച്ച് വരികയല്ലേ. കുറേ കാര്യങ്ങൾ ഈ പറയുന്ന സാധനം ഞാൻ വേറെ എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അനുഭവം? എന്നെ എഴുന്നേക്ക് പൊയ്ക്കോടുന്നല്ലേ പറയുള്ളൂ. നിങ്ങൾക്കിത് മനസ്സിലാകും. കാര്യം എന്താ? ആദ്യം മുതൽ ഒരേ സാധനം ചെറുതായിട്ട് ഇട്ടിട്ടാണ് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാവും, സാധനം മനസ്സിലാവും. അല്ലെങ്കിൽ ഇതെന്ത് സാധനമാണെന്ന് തോന്നുള്ളൂ. പറ്റില്ലല്ലോ, ഒരിക്കലും എല്ലാം പറ്റില്ല. അതെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു സാധനമാണ്. അതിന് തെറ്റും പറ്റും. മനുഷ്യ മനസ്സിന് തെറ്റുപറ്റാമെങ്കിൽ മനുഷ്യനുണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തെറ്റുപറ്റില്ലേ? തെറ്റുപറ്റും. അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് ആദ്യം വേണ്ടത്, നമ്മുടെ ഉള്ളിൽ ഒരു ദൈവിക മനസ്സുണ്ട്. അതിനെ ഉണർത്തിയെടുക്കണം, വളർത്തിയെടുക്കണം. മനസ്സിലായില്ലേ? അതിനെ വളർത്തിയെടുക്കണം, അതായത് ഉണർത്തണം. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ ഉണർന്നിരുന്ന മനുഷ്യരോട് എന്താ പറഞ്ഞ്? ഉണരുവിൻ. അദ്ദേഹത്തിന്റെ മുന്നിൽ എല്ലാവരും ഉണർന്നിരിക്കുകയായിരുന്നു. എല്ലാവരും ഉണർന്നിരുന്ന് പ്രസംഗം കേട്ടോണ്ടിരിക്കുന്ന ആളിനോടാണ് പറയുന്നത് ഉണരുവിൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കിയല്ലായിരുന്നു. ഞങ്ങളെന്താ അല്ല, ഉള്ളിലുള്ള ഇത് ആ മനസ്സിനെ ആ ദൈവിക മനസ്സുമായി ചേർക്കണം എന്ന് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഈസിയാണ്. ഇപ്പം സംഗതി ഈസിയാണ്. ഇനി ആരാണ് ഇനി ചെയ്യേണ്ടതല്ല? അവരവരെ അവിടെ ഒരു ബുദ്ധിയുണ്ട്, ബുദ്ധിയിൽ എല്ലാം ഉണ്ടെന്ന് പറയാൻ കാര്യം അതാണ്. ഒരു ദൈവിക മനസ്സാകുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ടാവില്ലേ? അതിന് തെറ്റുപറ്റുമോ? അതിന് തെറ്റും പറ്റില്ല. അതിനെ നമ്മൾ ബുദ്ധി എന്ന് പേരിട്ട് വിളിച്ചെന്നുള്ളതേ ഉള്ളൂ. അതതിൻ്റെ കോറാണെന്നും പറഞ്ഞു. ഇനി പിടി കിട്ടിയല്ലോ.
മൗന ഭാഷയിലൂടെ ടെലിപ്പതി സംവിധാനത്തിലൂടെ നമുക്ക് സംസാരിക്കാം. സംസാര ഭാഷയാണത്, ഒരു ഭാഷയാണത്, ഒരു ഭാഷ, മൗന ഭാഷ. സന്യാസിമാര് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ മൗന ഭാഷയാണ്. മൗന ഭാഷയിലൂടെ എന്താണ് ഈ സഞ്ചരിക്കുന്നത്? ഇപ്പൊ ശബ്ദത്തിലൂടെ നമ്മളുടെ ശബ്ദം ഇങ്ങനെ തരംഗങ്ങളിലൂടെ സഞ്ചരിക്കും. മറ്റതിൽ കാഴ്ചകളാണ് കാണുന്നത്. ഇതില് മൗന ഭാഷയിൽ എന്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടുന്ന് എന്തോ പോയി വേറൊരാളിൽ കയറണം. അപ്പൊ എന്തോ സഞ്ചരിക്കുന്നുണ്ട്. എന്താണ് സഞ്ചരിക്കുക? ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ് അത് പോണത്. എന്ത് സാധനമാണ് ആ പോണത്? എന്താണ് ആ മെസ്സേജ്? എന്താണ്? എങ്ങനെയാണ് പോവുക? ഇവിടുന്ന് ഒരു മെസ്സേജ് മറ്റൊരാൾക്ക് അയക്കണം. എങ്ങനെയാണ് പോവുക? അത് ഞാൻ ഏറ്റുമാനൂർ ക്ലാസ്സിൽ ചെയ്യിച്ചിട്ടിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഉടനം മറ്റുള്ളവരോട് പറയണം മൗന ഭാഷയിൽ. എന്താണ്? ഇന്ന് ക്ലാസ് ഉണ്ട്, വരില്ലേ എന്ന് പറയിക്കുമായിരുന്നു. ഇവിടെ അത് ചെയ്തില്ല, അത് വിട്ടുപോയതാ. അതും കൂടി ചെയ്യിക്കേണ്ടതായിരുന്നു. അതായത് എന്താണ് ആ സഞ്ചരിക്കുന്ന സാധനം? എന്താണ്? ചിന്തകളാണ്. നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് ട്രാവൽ ചെയ്യുന്നത്. ചിന്തകളുടെ ഒഴുക്ക്, ട്രാവലിംഗ്, ചിന്തകൾ ഒഴുകുക. ചിന്തകളുടെ ഒഴുക്ക് എവിടെ എത്തിച്ചേരാനാണ്? ചിന്തകളുടെ ഒഴുക്ക്, ഒരു പുഴയുടെ ഒഴുക്ക് എവിടെ എത്തിച്ചേരാനാണ്? കടലിൽ എത്തിച്ചേരാനാണ്. സ്പെസിഫിക് ആയിട്ട് ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. ഈ ഭൂമിയിലുള്ള സകല പുഴകളുടെയും ഒരു ലക്ഷ്യമുണ്ട്, ഒഴുകാനായി പിറന്നവരാണവർ. ഒഴുകി അവർക്ക് ഏതെങ്കിലും ഒരു കടലിൽ ചെന്ന് ചേരണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മനസ്സിലെ ചിന്തകളുടെ ഒഴുക്ക് എവിടെ എത്തിച്ചേരാനാണ്? ലക്ഷ്യസ്ഥാനം. തിരുസന്നിധാനം. നമുക്കൊരു സന്നിധാനമുണ്ട്. ആ സന്നിധാനം പോലെ പ്രപഞ്ചത്തിന് ഒരു സന്നിധാനമുണ്ട്. അതിന്റെ പേരാണ് തിരുസന്നിധാനം. ഫീൽഡിലൂടെ അല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന സാധനമാണ് ചിന്തകൾ. ഫീൽഡിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അതൊരു മീഡിയ അല്ലേ? മീഡിയ. ഏത് മീഡിയത്തിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് മീഡിയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്താണ് സഞ്ചരിക്കുന്ന സാധനം എന്നുള്ളത്? അല്ല, നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയിൽ നിന്നും മറ്റൊരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയിലൂടെ വേറൊരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയിൽ ഒരു സന്ദേശം എത്തിക്കണം, വേണ്ടേ? അതിൽ നിന്നുണ്ടാകുന്ന എനർജിയാണ്. അതായത് ചിന്തകൾ. അതായത് മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ചിന്തിക്കുക എന്നുള്ളതാണ്. ബുദ്ധിയുടെ സ്വഭാവം എന്താ? വിവേചനമാണ്. നമ്മളുടെ ചിന്തകളെ വിവേചിച്ചെടുക്കുക, ശരി തെറ്റുകൾ വിവേചിച്ചെടുക്കലാണ്. ബുദ്ധി അതിനെ വിവേചിച്ചു തരും. മനസ്സിന്റെ ജോലി എന്താ? എന്ത് തോന്നിയാസം ചിന്തിക്കുക എന്നുള്ളത്. ആ ചിന്തകളെ നമുക്ക് അയക്കാൻ പറ്റുമെന്നാണ്. അവിടെയാണ് ടെലിപ്പതി. ചിന്തകളെ അയക്കാൻ പറ്റും. ചിന്തകളെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇന്ന ലക്ഷ്യസ്ഥാനത്തിലേക്ക് അയക്കാൻ പറ്റും. അതായത് അതിനെ ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ചെയ്തിട്ട് അയക്കാൻ പറ്റും. പ്രാക്ടീസ് ചെയ്തോളൂ. നമുക്കാർക്കും പറ്റില്ല. പ്രാക്ടീസ് ചെയ്തോളുക. വേറെ ചിന്തകളൊന്നും ഉണ്ടാവരുത്. ഇത് മാത്രം അയക്കാനായിട്ട്, ചിന്തിക്കാനായിട്ട്, പഠിക്കാനായിട്ട് പോയിരുന്ന് ചിന്തിച്ച് അയക്കാൻ പറ്റും. അപ്പോഴാണ് ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇത് എല്ലാവരോടും, അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളോട് ഇന്ന് രാവിലെ ക്ലാസ് ഉണ്ട്, വരില്ലേ പറഞ്ഞാൽ അവിടെ കിട്ടണം. ഇന്ന് ക്ലാസ്സിന് വരുന്നുണ്ടോ ചോദിക്കാമല്ലോ. ഇതൊരു പ്രാക്ടീസായിട്ട് ചെയ്യാം.
പ്രാക്ടീസ് ആയിട്ട് ചെയ്യുക. മുമ്പിൽ പോകുന്ന ആള് തിരിഞ്ഞു നോക്കണം എന്നുള്ള ഇച്ഛാശക്തിയോടെ പോയി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാം. അത് മുമ്പിൽ പോകുന്ന ആള് തിരിഞ്ഞു നോക്കണം എന്നുള്ള നടന്നു ആ പോകും. അതൊക്കെ ആൾ തിരിഞ്ഞു നോക്കണം നോക്കും, എന്നുള്ള ഇച്ഛാശക്തിയോടെ പോയി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കും. അപ്പൊ നമുക്ക് ഇത് അയച്ച് ശീലിക്കണം, പ്രാക്ടീസ് ചെയ്യണം. അവർ അയച്ചിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെടാതെ ഇന്ന് ഇന്നതുണ്ട് വരില്ലേ. ഇപ്പം എല്ലാ ശനിയാഴ്ചയും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഇന്ന് ക്ലാസ് ഉണ്ട് വരില്ലേ എന്ന ചിന്ത അയക്കാം. വേവലെന്ത് വേണമെന്നൊന്നുമില്ല. ഈ ആളിനും അറിയാലോ ഇന്ന് പോകേണ്ടതാണെന്ന്, മറന്നിരിക്കുകയായിരിക്കും. നമ്മുടെ ചിന്തകൾ ചെന്നിട്ട് അതിനെ ട്രിഗർ ചെയ്യും. ട്രിഗർ ചെയ്യുമ്പോൾ ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ. അതല്ലേ മെസ്സേജ് അയച്ച് നമ്മൾ ശീലിക്കണം. ശീലിച്ചാൽ അത് പവർഫുൾ ആക്കാം, എക്സ്പാൻഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പം മനസ്സിലായില്ലേ, കാര്യം പിടികിട്ടിയല്ലേ. ഇനി പരീക്ഷിച്ച് നോക്ക്. ആര് വർക്ക് ചെയ്യും. പ്രാണിക് ഹീലിങ്ങിന് എന്നാ പറയാ, അതിന് വേറെ പേരുണ്ട്. റെയ്ക്കി ഇല്ലേ, റെയ്ക്കിയുടെ ആളല്ലേ എന്തേ? ഇതല്ല റെയ്ക്കിയുടെ ആള്. എവിടെ ഗുരുവായൂരപ്പനല്ലേ? പോയ അവിടെ താഴെ പോയ റെയ്ക്കി ഇന്ത്യൻ റെയ്ക്കി അസോസിയേഷൻ ആണ് എനിക്ക് 30-ാം തീയതി ഒരു അവാർഡ് തരാൻ പോകുന്നത്, കോഴിക്കോട്. പറയണം അയക്കാം. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, നമ്മൾ മൗനം ഒരു ഭാഷയാണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. പിന്നെങ്ങനെയാണ് അത് അയക്കാൻ പറ്റുക? ആദ്യം അറിയേണ്ടത് മൗന ഭാഷ എന്നൊന്നുണ്ട്. ആ മൗന ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെയാണ് നമ്മൾ അയക്കേണ്ടത്. ചിന്തകളെ അയക്കാം. മൗനം വാചാലമാണ് എന്ന് പറഞ്ഞാൽ മൗനമായിട്ടിരുന്നാല് ശിഷ്യന്മാരുടെ ഗുരുക്കന്മാരങ്ങനെയായിരുന്നല്ലോ, മൗനമായിട്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ സംശയങ്ങൾ തന്നെ തീരുന്ന, അവർക്ക് അങ്ങോട്ട് മെസ്സേജ് കൈമാറാൻ പറ്റും. കൈമാറാൻ പറ്റാതിരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരൊറ്റ മീഡിയത്തിലാണ് നമ്മുടെ എല്ലാം നിൽക്കുന്നത്. ഒരൊറ്റ മീഡിയത്തിലാണ്, ആ ഇലക്ട്രോ മാഗ്നറ്റിക് മീഡിയത്തിലാണ് നമ്മൾ മുങ്ങി നിൽക്കുകയാണ്. അപ്പം അതിനെ കൊണ്ട് നമുക്ക് ഇതായിട്ട് അയക്കാം. അത് എങ്ങനെയാണ് പോകണമെന്നുള്ളത്. അപ്പം അതായത് നമുക്ക് ഒരു സന്നിധാനമുണ്ട്, പ്രപഞ്ചത്തിന് ഒരു സന്നിധാനമുണ്ട്, തിരുസന്നിധാനം. ഈ തിരുസന്നിധാനത്തിൽ നിന്നും അനുനിമിഷം സന്ദേശങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായ തിരുസന്നിധാനത്തിൽ നിന്നും അനുനിമിഷം സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട്, പ്രപഞ്ചം മുഴുവനുമുള്ള എല്ലാത്തിനും വേണ്ടിയിട്ട് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദേശങ്ങൾ സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റിസീവ് ചെയ്യാൻ ഇരുന്ന് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അതുമായിട്ടൊരു ഇരിക്കണം. ഇരുന്നിട്ട് തിരുസന്നിധാനവുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കാനുള്ള കഴിവ്. അവിടുന്ന് അയക്കുന്ന സന്ദേശങ്ങൾ ഇപ്പോൾ ആരാണ് പിടിച്ചെടുത്തിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്? സസ്യങ്ങളാണ്. സസ്യങ്ങൾ ഈ സന്ദേശത്തെ സൂര്യൻ്റെ രശ്മികളിലൂടെ ഈ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. അവിടുന്ന് റിലേ ചെയ്ത് സൂര്യനിൽ വന്ന് സൂര്യനിൽ നിന്ന് റിലേ ചെയ്ത് ഇവിടെ വന്നു. സസ്യജാലങ്ങൾ അത് പിടിച്ചെടുക്കും. എന്നിട്ട് അതിൻ്റെ ഓക്സിജനിലൂടെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിലൂടെ തരുന്നുണ്ട്, ഭക്ഷണത്തിലൂടെ, ഫ്രൂട്ടിലൂടെ തരുന്നുണ്ട്, ഫ്രൂട്ടിനകത്ത വെള്ളത്തിലൂടെയും തരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട് എടുത്ത് പുഴുങ്ങിയാൽ എന്ത് പറ്റും? ആ വെള്ളത്തിലുള്ള സന്ദേശം നമുക്ക് കിട്ടില്ല. ഓക്സിജനിലൂടെ കിട്ടും. മരങ്ങളില്ല,
അതുകൊണ്ട് എന്തിനായി തേക്കടി കൊണ്ടുപോകണത്? 60 വർഷത്തിന് മേൽ പ്രായമുള്ള മരങ്ങൾക്ക് വ്യക്തമായി സന്ദേശം കൈമാറാൻ പറ്റും. 60 വയസ്സിന് മേൽ പ്രായമുള്ള മരങ്ങൾ നമ്മുടെ നാട്ടിൽ 60 വർഷത്തിന് മേൽ 60 വയസ്സായ മരങ്ങൾ വല്ലയിടത്തും ഉണ്ടാവും, വളരെ കുറഞ്ഞു പോയില്ലേ? അപ്പൊ ആ സന്ദേശം പിടിച്ച് ഓക്സിജനിലൂടെ തരുന്ന ഒരു ഭാഗം നമുക്കില്ല, നാട്ടിലില്ല. അപ്പൊ ശരിയായി ഞാൻ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ സന്ദേശം കിട്ടണ്ടേ? ആ സന്ദേശം കിട്ടണം. ആ സന്ദേശം നമ്മൾ സ്വീകരിച്ചെടുക്കാൻ തയ്യാറാവണമില്ല. അതിനുവേണ്ടി നമ്മൾ സമയം കൊടുക്കണുണ്ടോ? ഈ സന്ദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്. എടാ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന സന്നിധാനത്തിലെ സന്ദേശം എടുക്കാൻ ഇരുന്ന് കൊടുക്കുന്നില്ല. മനസ്സും ബുദ്ധിയുമായി ലയിക്കാനുള്ള സമയം കൊടുക്കണുണ്ടോ? ധ്യാനം എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇതിലിരിക്കണില്ല. അത് കൊടുത്തു കഴിഞ്ഞാലേ ഇവിടുന്ന് തിരുസന്നിധാനത്തിലേക്ക് സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റൂ. സന്ദേശങ്ങൾ അങ്ങോട്ടും കൊടുക്കാം, ഇങ്ങോട്ട് വരുമെങ്കിൽ അങ്ങോട്ടും കൊടുക്കാം. ഇങ്ങോട്ട് വരുന്നുണ്ട് എങ്കിൽ അങ്ങോട്ടും നമുക്ക് കൊടുക്കാം. സൂര്യ സന്ദേശം, സസ്യങ്ങൾ അതിന് ഓക്സിജനിലൂടെയും ഭക്ഷണത്തിലെ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലെ കാർബണിലൂടെയും, അതാണ് പ്രധാനം. കാർബണാണ് പ്രധാനം. കാരണം നമ്മുടെ ഉള്ളിലെ സന്ദേശം പുറത്തേക്ക് അയക്കുന്നത് എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിലൂടെയാണ്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിലൂടെ അയക്കും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആരെടുക്കും? സസ്യങ്ങൾ എടുക്കും. സസ്യങ്ങൾ എടുത്തിട്ട് തിരിച്ച് തിരുസന്നിധാനത്തിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതില് പ്രധാന കാർബണാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിലെ കാർബൺ സന്ദേശവാഹകരാണ്, പ്രധാന സന്ദേശവാഹകരാണ്. അപ്പൊ ഏതിലാണ് അതുള്ളത്? കറക്റ്റായിട്ട് കരിമ്പിനകത്തുണ്ട്, ഏത്തപ്പഴത്തിനകത്തുണ്ട്, മധുരക്കിഴങ്ങിലുണ്ട്, പേരക്കയിലുണ്ട്. കാർബോഹൈഡ്രേറ്റ് അതിപ്രധാനമാണ്. അതുകൊണ്ടാണ് അത് 60% എനർജി അലിയും തരുമെന്നും പറയുന്നത്. അതിനകത്തിലെ കാർബണാണ് എല്ലാം ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് തരിക. നമ്മുടെ ഉള്ളിലുള്ള സന്ദേശം ഇത് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഇത് എഴുതി വെച്ചിട്ടുണ്ട്, മധുരക്കിഴങ്ങും പേരക്കയും വേവിക്കാതെ കഴിക്കണം. അത് കരിമ്പിൻ ജ്യൂസ്, ഏത്തപ്പഴം. ഇനി വേറെയും ഫ്രൂട്ട്സ് കാണില്ലേ? പേരക്ക എഴുതി. മധുരക്കിഴങ്ങും പേരക്കയും വേവിക്കാതെ കഴിക്കണമെന്നേ അന്ന് ഞാൻ എഴുതിയുള്ളൂ. കരിമ്പിൻ ജ്യൂസ് അത് അവക്കാഡോ ഫാറ്റാണ്. കാർബണാണ് എനർജി കൂടുതൽ ശേഖരിക്കാൻ. മുട്ടപ്പഴത്തിലും കാണാം. മുട്ടപ്പഴം കൺഫേം ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത്. മുട്ടപ്പഴം കൺഫേം ചെയ്തിട്ടില്ല. അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും ഇനിയിപ്പോ ക്ലാസ് തീരാൻ പോകുന്നു. ഇതുവരെ സന്നിധാന ധ്യാനേ പറഞ്ഞുള്ളൂ. ഇനി സന്നിധാന ധ്യാനത്തിൽ ഇരുന്നിട്ട് തിരുസന്നിധാന ധ്യാനവും കൂടി പ്രാക്ടീസ് ചെയ്യണം. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ശരിയായിടണം. അറിയാക്കിയിടുക തിരുസന്നിധാനം. പിന്നെ മൂർച്ചയുള്ള ഒരു വാൾ കൊണ്ട് ഒരാളിൻ്റെ കഴുത്ത് മുറിച്ച് മാറ്റാൻ പറ്റില്ലേ? മൂർച്ചയുള്ള ഒരു വാൾ കൊണ്ട് ഒരാളിൻ്റെ കഴുത്ത് മുറിച്ച് മാറ്റാൻ പറ്റും. എന്നാൽ ശബ്ദം എന്ന വാൾ കൊണ്ട് അതിന് കൂടുതൽ മൂർച്ചയുണ്ട്. ഒരു ആളിൻ്റെ മനസ്സിലുള്ള ധാരണകളെ, തെറ്റായ ധാരണകളെ മുറിച്ച് മാറ്റാൻ പറ്റും. അതായത് ശബ്ദത്തിൻ്റെ വാൾത്തല കൂടുതൽ മൂർച്ചയുള്ളതാണ്. നമ്മൾ എത്ര തരത്തിലുള്ള മെറ്റൽ കൊണ്ട് വാളം ഉണ്ടാക്കിയാലും അതിൻ്റെ വാൾത്തല കൂടുതൽ മൂർച്ചയുള്ള. അതിന് നമ്മളുടെ മനസ്സിനെ അതിൻ്റെ പലതരത്തിലുള്ള മുൻവിധികളിൽ നിന്നും മുറിച്ച് മാറ്റാൻ പറ്റും. മുൻവിധികളെ മുറിച്ച് മാറ്റിക്കളയാൻ പറ്റും. മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? ക്ലാസ്സിൽ വരണത് മുമ്പുള്ള ധാരണയും ക്ലാസ്സിൽ വരുന്നതിന് മുമ്പുള്ള ധാരണകൾ, അതിൽ കുറേ ധാരണകളെ ഞാൻ എന്ത് ചെയ്തു?
മുറിച്ച് മാറ്റിയിട്ടുണ്ട്, മുറിച്ച് മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. കാരണം ശബ്ദം എന്ന വാൾ കൊണ്ടാണ് ഞാനത് ചെയ്തത്. ശബ്ദം എന്ന വാൾ കൊണ്ട് പലതരത്തിലുള്ള ധാരണകൾ, തെറ്റായ ധാരണകളൊക്കെ വരും. ഈ ധാരണകളെയൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ പറയണത് അത് അംഗീകരിക്കാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പറയുന്നത് അന്നും കേൾക്കണില്ല, എന്ത് ചെയ്യണം? വാളിന് മൂർച്ച കൂട്ടിയാ പോരെ. ശബ്ദം എന്ന വാളിന് മൂർച്ച കൂട്ടുക എന്നുള്ളതാണ്. മൂർച്ച കൂട്ടുക, കാരണം മുറിയണില്ലേ, അത്രമാത്രം അഡമൻ്റായിട്ടിരിക്കുക, അതിൻ്റെ അടുത്ത് കയറിയിരിക്കണം. തലയിലിരിക്കുന്നതിന് അതിനെ മുറിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തുകൊണ്ട് സമൂഹം മാറുന്നില്ല? സമൂഹം എന്തുകൊണ്ട് മാറുന്നില്ല? മാറ്റാൻ ശ്രമിക്കുന്നവർ പവർഫുൾ ആകാത്തത് കൊണ്ടാണ്. മാറ്റാൻ ശ്രമിക്കുന്നവർ പവർഫുൾ ആകുകയാണ്. നമ്മളെല്ലാം പറയണത് എന്താ? ഈ നാട് നന്നാകാൻ പോണില്ല, അതുകൊണ്ട് ഞാനും തോന്നിയൊക്കെ ചെയ്തു പോകാന്നാണ് വിചാരിക്കുന്നത്. നന്നാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ശബ്ദത്തിൻ്റെ മൂർച്ച കൂട്ടി ആരെയും മാറ്റാൻ പറ്റുന്ന തരത്തിലേക്ക് ആക്കേണ്ട ജോലി നമ്മുടേതാണ്. പിടികിട്ടിയ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റായാൽ പോരാ, പഞ്ചായത്ത് മെമ്പറെ ആ പഞ്ചായത്തിലുള്ള സകലരെയും മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാക്ക് വേണ്ട രീതിയിൽ, അതിനാണ് മോഡുലേഷൻ മാറ്റും. ഇതിലാണ് മന്ത്രത്തിൻ്റെയൊക്കെ പ്രാധാന്യം. മന്ത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡുലേഷനാണ് മാറ്റുക. അതിനകത്ത് കണ്ടന്റ് അല്ല, അതിനകത്ത് പദപ്രയോഗങ്ങളല്ല, അതിനകത്ത് ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വ്യത്യാസപ്പെടുത്തുക. ഈ മന്ത്രം ചൊല്ലുന്നവർ കേട്ടിട്ടില്ലേ? എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മോഡുലേഷൻ എടുക്കുക. അതിനകത്ത് എന്താണ് സന്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിൽ അതിനകത്ത് കഥയില്ല. ആ സംസ്കൃതത്തിൽ തന്നെ നമ്മൾ സംസ്കൃതം തന്നെ വെറുതെ വായിക്കാം. പക്ഷേ അത് മന്ത്രമായിട്ട് വായിക്കുമ്പോഴോ അതിനെ മോഡുലേഷൻ ഏറ്റക്കുറച്ചിൽ വരുത്തി, അതാണ് ചിട്ടപ്പെടുത്തി എടുക്കേണ്ടത്. എന്നിട്ട് അങ്ങോട്ട് അയക്കുമ്പോൾ അത് കൊള്ളും. ഇപ്പോൾ മന്ത്രം പ്രയോജനം ചെയ്യില്ലേ? മന്ത്രം എന്താ മണ്ടത്തരാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പ്രത്യേക പരിധിയിലുള്ള ശബ്ദം മാത്രമേ മനുഷ്യനെ കാതുകൊണ്ട് കേൾക്കാനാവൂ. അത് ശരിയല്ലേ? പ്രത്യേക പരിധിയിലുള്ള ശബ്ദം. പഞ്ചേന്ദ്രിയങ്ങളുടെ ലിമിറ്റേഷൻ അറിഞ്ഞിരുന്നു. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം ഗ്രഹിക്കുന്നത്. പൂച്ചയ്ക്ക് എലിയുടെ രോമം പൊഴിഞ്ഞു വീഴുന്ന ശബ്ദം കേൾക്കാം. ഒരു എലിയുടെ രോമം പൊഴിഞ്ഞു വീണാൽ പൂച്ചയ്ക്ക് കേൾക്കാം. അപ്പം ഉണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റ് ചെന്ന് ആ എലിയെ പിടിക്കാം. നമുക്കത് കേൾക്കാൻ പറ്റില്ല. അപ്പം നമ്മളുടെ കാതിനാണോ പൂച്ചയുടെ കാതിനാണോ കരുത്ത് കൂടുതൽ? തേനീച്ചയ്ക്ക് അൾട്രാ വയലറ്റ് രശ്മികളെ കാണാം. അങ്ങനെയാണ് അവർ സഞ്ചരിക്കുന്നത്, അൾട്രാ വയലറ്റ് രശ്മി. കഴുകന്, അങ്ങ് അകലെ ഉയരത്തിൽ പറക്കുന്ന കഴുകന്, പരുന്തിന് ഈ താഴത്തെ ഭൂമിയിലെ പുല്ലിൻ്റെ ഇടയിൽ ഓടി നടക്കുന്ന ചുണ്ടലിയെ കാണാൻ പറ്റും. നമുക്കത് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കണ്ണിന്റെ പരിമിതിയാണ് പറയുന്നത്. പട്ടിക്ക് ആറ്റം ബോംബ് മണത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ബോംബ് മണത്ത് കണ്ടുപിടിക്കാൻ പറ്റും. മനുഷ്യന് പറ്റുമോ? മനുഷ്യന് പറ്റില്ല. അപ്പം ഒരു കള്ളനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ സഹായം വേണം? പട്ടിയുടെ സഹായം നമുക്ക് വേണ്ടി വരും. ഇതൊക്കെ അൾട്രാവയലറ്റ് തരംഗങ്ങൾ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഐഡന്റിഫൈ ചെയ്തത്. പക്ഷേ ഇന്ന് നമുക്ക് ഇങ്ങനെയാണ്. പൂച്ചയുടേതിനേക്കാൾ പട്ടിയുടേതിനേക്കാളും ഒക്കെ മോശമായ കാതും പഞ്ചേന്ദ്രിയങ്ങളാണ് ഉള്ളത്. അങ്ങനെയല്ല. ഈ ജീവികളെല്ലാം താഴ്ന്ന ജീവികളല്ലേ? എവല്യൂഷനിൽ ടോപ്പിൽ വരുമ്പോൾ ഈ കഴിവുകൾ നമുക്ക് കൂടുകയല്ലേ വേണ്ടേ? അപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എന്തേ നഷ്ടപ്പെട്ടു പോകാൻ കാരണം എന്താ? നമ്മൾ പ്രകൃതിയിൽ നിന്നും
അകന്നു. പെരകെട്ടി പെരക്കകത്തായി, പെരക്കകത്ത് മുറിയുണ്ടാക്കി, AC ആക്കി, അതിനകത്തേക്ക്. അത് ബന്ധം നമ്മൾ മുറിച്ചു കളഞ്ഞു. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളാണ് പറയുന്നത്, പക്ഷേ 108 ഇന്ദ്രിയങ്ങളാണ്. പഞ്ചേന്ദ്രിയങ്ങളെ പോലെ തന്നെ 108 സെൻസറി ഓർഗൻസ് നമുക്കുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഈ പണ്ടുണ്ടായിരുന്ന കഴിവുകൾ മുഴുവൻ നശിപ്പിച്ച ഒരൊറ്റ ജീവിയേ ഉള്ളൂ ഈ ഭൂമുഖത്ത് പണ്ടുണ്ടായിരുന്നതാണ്. നമ്മൾ കാട്ടിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കഴിവുകൾ മുഴുവൻ നിലനിന്നേനായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് കാട്ടിലേക്ക് പോകണോ? നമ്മൾ ഇരിക്കുന്ന ഇടം കാടാക്കണം. പ്രശ്നം തീർന്നില്ലേ? കാടിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന കാടില് നമുക്ക് വേണ്ട വിളകള് അല്ലേ വരണ്ടേ? നമുക്ക് വേണ്ട വിളകൾ. അതുകൊണ്ടാണ് ഭക്ഷണം വിളയുന്ന കാട് ഉണ്ടാക്കലാണ് ജൈവ കൃഷി. ഭക്ഷണം വിളയുന്ന കാട്, അതിനകത്ത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും നിശ്ചിത റേഷ്യോയിൽ കിട്ടുന്ന രീതിയിൽ ഒരു കാട് ഉണ്ടാക്കുക. അത് ജൈവ കൃഷിയുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇപ്പൊ നമുക്ക് മഴയുടെ മുന്നറിയിപ്പ് നമുക്കറിയാമായിരുന്നു. ഇപ്പൊ പണ്ട് കാലത്ത് കടലിൽ വയസ്സായ ആൾക്കാർ മറ്റുള്ളവർ അയാൾ കടലിൽ പോകാനുള്ള കഴിവ് നശിച്ചിട്ട് കരയിലിരിക്കുകയാണ്. പക്ഷേ അവര് കടലിൻ്റെ ഇറങ്ങി പോയി നിന്ന് കൈവച്ച് കടലിലേക്ക് നോക്കും. ഒന്നും കാണാനില്ല നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ ആ പ്രായമായ മനുഷ്യൻ പറയും, ഇന്നാരും കടലിൽ പോകണ്ട, കാരണം ഒരു കോള് വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി പറയാനുള്ള ഒരു സെൻസറി ഓർഗൻ നമുക്കുണ്ടായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം മുൻകൂട്ടി പറയാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം നശിച്ചു പോയി. ജപ്പാനിൽ ഒരു തരം ജപ്പാനാണ് ഭൂകമ്പം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ അവർ ഭൂകമ്പങ്ങൾ മുൻകൂട്ടി പറയാനുള്ള ഒരുപാട് എക്യുപ്മെന്റ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നും ജപ്പാനിൽ ഒരു പ്രദേശത്തെ പക്ഷികൾ കൂട്ടത്തോടെ പോണത് കണ്ടാൽ ജനം അവിടുന്ന് മാറും. ഒരെണ്ണം പക്ഷികൾ കൂട്ടത്തോടെ മറന്നു പോകുന്നു. ആ പ്രദേശത്ത് നിന്ന് മാറുന്നത് കണ്ടാൽ ജനത്തിൽ എന്തറിയാം? ഭൂകമ്പം വരാൻ പോകുന്നു. മനുഷ്യനുണ്ടായ ടെക്നോളജി കേട്ടിട്ട് പെരക്കാത്ത് കിടന്നുറങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ചിലപ്പോ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് പോകുമായിരുന്നു. അതേമാതിരി തന്നെയാണ് കാലാവസ്ഥ. മാഗ്നറ്റിക് ഫീൽഡ് അറിയാമായിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. എല്ലായിടത്തും ഒരുപോലെയല്ല. മഴ പെയ്യുന്നത് എല്ലായിടത്തും ഒരുപോലെയാണ് അല്ല, ചൂട് എല്ലായിടത്തും ഒരുപോലെ വ്യത്യാസമല്ലേ? മാഗ്നറ്റിക് ഫീൽഡിന് ഈ വ്യത്യാസമുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ചറിയാവുന്ന മനുഷ്യരുണ്ടായിരുന്നു. അവരാണ് സ്ഥാനനിർണയം നടത്തുക. കിണറിൻ്റെ സ്ഥാനം, പെരയുടെ സ്ഥാനം, ദേവാലയങ്ങളുടെ സ്ഥാനം ഇന്നടുത്ത് വേണമെന്ന് പറയുന്നത് ഇവരാണ്. അവർക്ക് സ്ഥാനനിർണയം നടത്താം. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? കണ്ണട വേണം. കണ്ണ് മാത്രം പോരാ, കണ്ണടയും കൂടി ഉണ്ടായാലേ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്ന് പൂർവസ്ഥിതിയിലാക്കി തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കണത്. എന്താ? കാണാനും കേൾക്കാനും അറിയാനും എന്നെ പാകപ്പെടുത്തി തരണം എന്ന് പറഞ്ഞാൽ പൂർവസ്ഥിതിയിലെങ്കിലും ഒന്നാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുക. ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് അതായത് പണ്ട് കാലത്ത് പറയണത് ദേവിയുടെ സഞ്ചാരം, ദേവീ സഞ്ചാരമുണ്ട്. ആ വഴി തടസ്സപ്പെടുത്തി പെര വെച്ചാൽ ആ വീടിനകത്ത് താമസിക്കാൻ പറ്റില്ല. അത് മാഗ്നറ്റിക് ഫീൽഡ് നോക്കുന്നതാണ്. കന്നിമൂല അല്ലാതാണ്, അഗ്നികോണം കന്നിമൂല അല്ലാതാണ്. അതായത് വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് വാസ്തുപുരുഷൻ. അടുക്കള ഏത് സ്ഥാനത്തായിരിക്കണം, കിടപ്പുമുറി എവിടെയായിരിക്കണം, വീട് എവിടെയായിരിക്കണം. ആദ്യം ഭൂമിയെ 4 ആയിട്ട് ഖണ്ഡിച്ചിട്ട് ആ വീട് എവിടെയായിരിക്കണം.
ഈശാന കോണം കുണ്ടം കോസരി എല്ലാം ഉണ്ട്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട ശാസ്ത്രശാഖകളാണ്. പക്ഷേ നമ്മളത് അന്ധവിശ്വാസമാണെന്ന് വിചാരിച്ച് എഴുതി തള്ളിക്കളയാണ് പലതും. അന്ധവിശ്വാസമാണെന്ന് കരുതിയിട്ടാണ് എഴുതി തള്ളണേ. ഉണ്ട്, ആറന്മുളയുണ്ട്. ആറന്മുള വാസ്തു പഠിപ്പിക്കുന്ന കേന്ദ്രമുണ്ട്. കാര്യമായിട്ടൊന്നും നടക്കണില്ല. വീട് തന്നെ വേണമെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരു വീട് വേണം. അതെങ്ങനെയാണ് ഇരിക്കണം ആ വീട്? ഒരാൾ ഏറുമാടം ഉണ്ടാക്കി ഏറുമാടത്തിൽ കയറി കിടന്നുറങ്ങിയ നല്ല സുഖമാണ്. അതായത് ഒരു കാട്ടിനുള്ളിലെ ഏറുമാടത്തിലൊന്ന് ഉറങ്ങി നോക്കിയാൽ അറിയാം, ഭയങ്കര സുഖമാണ്. ഞാൻ മുളയുടെ ഏറുമാടത്തിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. മുളങ്കൂട്ടം, ഒരു മുളങ്കൂട്ടത്തിൻ്റെ നടുക്ക് ഭാഗം മാത്രം കട്ട് ചെയ്ത് ഒരു ലെവലിൽ കട്ട് ചെയ്തു. ഇപ്പോൾ ചുറ്റോട് ചുറ്റും മുളപ്പൊങ്ങി നിൽപ്പുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് മാത്രം എടുത്തിട്ട് ഒരു കൂട് പോലെ ഒരു 6 അടി നീളം, ഒരാൾ നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റുന്ന അത്ര വലിപ്പമുള്ളൂ. നല്ല സുഖമാണ്. കാറ്റത്തി മുളം കൂടി ഇങ്ങനെ ആടും നമ്മൾ. പക്ഷേ നമുക്ക് ഭയങ്കര സേഫാണ്. ചുറ്റും മുള നിൽക്കുകയാണ്, ചുറ്റും മുളയുണ്ട്, നമ്മൾ പേടിക്കത്തൊന്നുമില്ല. പെരക്കത്താണ് ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും, കാറ്റത്ത് വന്ന് ആടിക്കൊണ്ടിരിക്കും. അതെ, നെൽപ്പാടത്ത് ആനയെ വരും എന്നുള്ളത് കാവലിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വയനാട്ടിലെ ഒരു ഏറുമാടം, അവിടെയാണ് പോയി കിടക്കുന്നത്. അപ്പോൾ ഇവർ കിടക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളും കൂടി അതായത് ഏറുമാടത്തെ കിടക്കാമെന്ന് പറഞ്ഞ് എന്ന് കിടന്നു. നല്ല സുഖം, കിടന്നുറങ്ങാം. ആടി കിടന്നു ഉറങ്ങി. ആന വന്ന് നെല്ല് മുഴുവൻ തിന്നേച്ചും പോയി. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നവന്മാരെ കൂടി ഉറങ്ങിപ്പോയി. ആനയെ ഓടിക്കാൻ പോയി കിടന്നതാണ്. പിറ്റേ ദിവസം രാവിലെ നല്ല പരുവം, മൊത്തം നെൽപ്പാടം ചവിട്ടി വെച്ചു. ഒരു മരത്തലപ്പിന്റെ ഇടയിൽ ഒരു ഏറുമാടം ഉണ്ടാക്കി അതിനകത്ത് കിടന്നാൽ നമ്മൾ സുഖമായി ഉറങ്ങും. എന്താ കാര്യം? അതൊരു സുഖമാണ്. അതുകൊണ്ടാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഈ ഏറുമാടം ഉണ്ടാക്കി, ഏറുമാടത്തിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ട് സായിപ്പന്മാരൊക്കെ വന്നാൽ അത് ഏറുമാടം തന്നെ തിരഞ്ഞെടുക്കും, അതേ കിടന്നുറങ്ങും. അതിങ്ങനെ ആടത്തൊന്നുമില്ല, ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന പെരയാണ്. ആ സുഖം എവിടുന്ന് കിട്ടുന്നതാണ്? സസ്യങ്ങളുടെ ഓക്സിജനൊക്കെ കിട്ടും. പണ്ട് കാലത്തെ കുരങ്ങായപ്പോ ഉറങ്ങിയ സുഖമാണ്. പണ്ട് കാലത്ത് കുരങ്ങായപ്പോ മരത്തേലിരുന്നിട്ട് ഉറങ്ങി. ആ ഒരു സുഖം കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും സുഖകരമായി ഉറങ്ങാൻ പറ്റുന്ന ഏറുമാടം പോലെ ഒരു സാധനം ഉണ്ടാക്കിയാൽ നല്ലതല്ലേ? ഏതാത്? മനുഷ്യനായി കഴിഞ്ഞിട്ട് കുരങ്ങെന്ന് താഴെ ഇറങ്ങി മനുഷ്യനായി കഴിഞ്ഞിട്ട് മനുഷ്യൻ ആദ്യകാലങ്ങളിൽ കിടന്നുറങ്ങി എവിടെയാണ്? ഗുഹ. ഗുഹ പോലെയാണ് ഇനി പെരയുണ്ടാക്കേണ്ടത്. ഒരു ഡൂം ഉണ്ടാക്കുക, ഒരു ഡൂം. ആ ഡൂം എങ്ങനെയായിരിക്കണം? പ്രതിധ്വനിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡൂം ഉണ്ടാക്കിയിട്ട് ആ ഡൂമിന്റെ പുറത്ത് 2 അടി 2.5 അടി കനത്തിൽ മണലിട്ടിട്ട് അതിന്റെ പുറത്ത് മരവും കൂടി വെച്ച് പിടിപ്പിച്ചാൽ അതിനുള്ളിൽ പിന്നെ AC വേണം. AC വേണ്ടല്ലോ. വീട് വെക്കുന്നത് കൊണ്ട് ഒരു വശം നമുക്ക് ഡോറ് തുറക്കാമല്ലോ. നമുക്ക് ഇപ്പം കിഴക്കോട്ട് ദർശനമാണെങ്കിൽ കിഴക്കോട്ട് തുറന്ന ഒരു ഭാഗമാക്കാം. അല്ല, വിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാൻ വേറെ വഴിയൊന്നുമില്ലേ? ലൈറ്റ് കൊണ്ടുവരാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടു. യൂട്യൂബിൽ കഴിച്ച മണ്ണെടുത്തതിൻ്റെ പുറത്ത് ഇട്ടാൽ പോരെ? അതിൻ്റെ പുറത്ത് മരം പിടിപ്പിച്ചുകൂടെ? പറ്റില്ലേ? ഇനി ടൂറിസത്തിന് കൊടുക്കാൻ പോണ വീട് ഇതാണ്. ഇപ്പം നമ്മൾ ഹാപ്പിനെസ് ടൂറിസം സെൻറ്ററിൽ ആദ്യം കൊടുക്കാൻ പോകുന്ന ധ്യാന മണ്ഡപം എന്ന് പറയുന്നത് ഡൂമാണ്. ഗുഹ ഉണ്ടാക്കാം. മേൽക്കൂര വാർക്കണം. നമ്മുടെ ഇവിടെയൊക്കെ ആകുമ്പോൾ മേൽക്കൂര വാർക്കണം. ഇപ്പൊ കരിങ്കല്ലുള്ളിടത്താണെങ്കിൽ നമ്മൾ തുറന്നെടുത്താൽ മതി. അടയ്ക്ക ഫ്രണ്ട് ഒരു വശം തുറക്കണം, മേൽക്കൂര കോൺക്രീറ്റ് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറ്റില്ല.
നമ്മൾ തീരുമാനിക്കണമല്ലേ സജീഷൻ? താമസിക്കാൻ ആവശ്യമായ ഒരു വീട് കയറി താമസിക്കാൻ ആവശ്യമായ എത്ര വേണം? 1500 സ്ക്വയർ ഫുട്ട് വലിയ ഡൂം ഉണ്ടാക്കണം. ഇട്ടിട്ടുണ്ടോ? കണ്ട, ആൾറെഡി മനുഷ്യർ പണിത് കഴിഞ്ഞു. ചെലവ് എത്ര കുറയുമെന്നറിയാമോ? ചെലവ് കുറയുമെന്നറിയാമോ? സ്ഥലം നഷ്ടപ്പെടില്ല, സ്ഥലം കൂടും. അതിനകത്ത് നല്ല ഇത് കിട്ടും. ഇനി ഇത്തരം വീടുകളിലേ താമസിക്കാൻ പറ്റും, ഭൂമിയുടെ അടിയിലേ താമസിക്കാൻ പറ്റൂ. കാരണം നമ്മുടെ അന്തരീക്ഷം മുഴുവൻ മൊബൈലിൻ്റെയും റേഡിയോയുടെയും ടെലിവിഷൻ്റെയും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകൾ കൊണ്ട് താറുമാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ മനസ്സ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കെ ഈ മൊബൈൽ ടവറിൽ നിന്നും വരുന്ന സന്ദേശങ്ങൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളായിരിക്കെ നമ്മുടെ മനസ്സിനെ അത് ബാധിക്കില്ലേ? ഇറിറ്റേറ്റ് ചെയ്യും, ഇറിറ്റേറ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. പിള്ളേർ എന്നാണ് അതിൻ്റെ ഒരു പേരുണ്ടല്ലോ, മൂഡ് സിംഗ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു സാധനം വന്നിട്ടുണ്ട്. എന്താ ഇത് മൂഡ് സിംഗ്? മൂഡ് അപ്പം മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ മൂഡല്ല, ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വേറൊരു മൂഡാണ്, അത് കഴിയുമ്പോൾ വേറൊരു മൂഡാണ്. മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ കാരണം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളാണ്. അപ്പം ഇത് കൂടുതൽ അഫക്റ്റ് ഇനി നമുക്ക് മൊബൈൽ വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് കാരണം അതിൻ്റെ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് പോയി. ഇനി നമുക്കത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. എന്നാൽ ഇതിൻ്റെ ശല്യമില്ലാത്ത ഒരു ഇടത്തിലേക്ക് നമ്മുടെ താമസം നമുക്ക് മാറ്റാം, വീട് മാറ്റാം. ഈ ഡൂമിൻ്റെ മുകളിൽ മരങ്ങൾ ഏത് തരത്തിലുള്ളതായിരിക്കണം? ഭക്ഷ്യയോഗ്യം സമ്മതിച്ചു. അല്ല, മണ്ണിലേക്ക് പോകണമല്ലോ. അതിൻ്റെ മേളിലും വേരിറങ്ങിയാൽ ഈ ഡൂമിൻ്റെ മേളിൽ കൂടി വേര് കറങ്ങി വന്ന് എവിടെ വരും? മണ്ണിൽ വരില്ലേ? അപ്പൊ ഡൂമിനത് ബലമായിരിക്കില്ലേ? തായ്വേരുണ്ടെങ്കിലും തന്നെ അതെങ്ങനെയോട് പോകും? ഇപ്പൊ നമുക്ക് ചെടിച്ചട്ടിക്കകത്ത് വളഞ്ഞു വരും അത്. തായ്വേരുണ്ടെങ്കിലും ഇത് തുളക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ സൈഡിലേക്ക് മൂവ് ചെയ്തിട്ട് കറങ്ങി അവസാനം അവർക്ക് എവിടെ എത്താം? മണ്ണിലെത്താം. മണ്ണിൽ ചെന്ന് ആങ്കറിയും അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള മരങ്ങൾ, ഏത് തരത്തിലുള്ള മരങ്ങളായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്? എവർഗ്രീൻ വേണം, ഓക്സിജൻ കൂടുതൽ വേണം. കോണിഫറസ് ആയിരിക്കും. കോണിഫറസ് വർഗം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അറ്റം കൂർത്ത് തന്നെ. ഇപ്പൊ ജാതി എങ്ങനെയാണ്? കോണിഫറസ് അല്ലേ? മലയൻ ആപ്പിൾ ചാമ്പ കോണിഫറസ് അല്ലേ? അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? ഏറ്റവും കൂടുതൽ എനർജി പിടിച്ചെടുക്കാൻ പറ്റുന്നത് ആ കോണിഫറസ് ഡിസൈനാണ്. അതുകൊണ്ടാണ് ഒരു ജാതിയുടെ അടിയിൽ ഒരു പുല്ലെങ്കിലും കിളുക്കുമോ? ചൂടാണോ? ഷേപ്പ്. ജാതിയുടെ അടി ചൂടായിരിക്കുമോ? അതെ, പിടിക്കില്ല. സൂര്യപ്രകാശം താഴെ വീഴില്ല. സൂര്യപ്രകാശം താഴെ വീഴില്ലെങ്കിൽ എന്താ ചെയ്യണേ? പിടിച്ചെടുത്തു. മരങ്ങൾ പിടിച്ചെടുക്കുന്നത് കൊണ്ടാണ് സൂര്യപ്രകാശം താഴെ വീഴാത്തത്. അതിപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ശേഖരിക്കാൻ കഴിവുള്ള മരങ്ങളെ സെലക്ട് ചെയ്ത്, ഇത് 2 ഞാൻ പറഞ്ഞോളൂ, ഇഷ്ടം പോലെ ഉണ്ട്. ചെറുതുകൊണ്ട് ആല് പറ്റില്ല. ആല് വെക്കരുത്. ഡൂമിന്റെ മേളിൽ ആല് വെക്കരുത്. എന്താ കുഴപ്പം? ആലിന്റെ ജോലി എന്താ? മനുഷ്യന്റെ കൺസ്ട്രക്ഷനെ മുഴുവൻ പൊട്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അപ്പൊ ആലെന്താ പറഞ്ഞോണ്ടിരിക്കണേ? ഇങ്ങനെയല്ല പെര വെക്കേണ്ടത് എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളത് ആ ഭാഷ പഠിച്ചിട്ടില്ല. ഭാഷ പഠിക്കാതെ വീണ്ടും ആല് കിളുത്ത് വന്നാൽ ആല് കളുത്തി കളഞ്ഞിട്ട് അതിന് മണ്ണെണ്ണ ഒഴിച്ച് അത് കത്തിച്ച് വീണ്ടും കോൺക്രീറ്റ് നിലനിർത്താനാണ് നോക്കണേ. എന്നാൽ ഒരു മരം വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആലിൻ്റെ ജോലി ഇല്ല.
മരങ്ങൾ കുറയുമ്പോഴാണ് കൺസ്ട്രക്ഷൻസ് കൂടുകയും മരങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്യുമ്പോഴാണ് ആരെന്ത് ചെയ്യുക, ഈ കെട്ടിടങ്ങളെ മുഴുവൻ പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം മരം പിടികിട്ടി. എങ്ങനെയാണ് വീട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ അടുത്ത തലമുറയ്ക്ക് നേരിടേണ്ടി വരും. അപ്പം അവരെ സുഖമായിട്ട് അല്ല ഉറങ്ങില്ല, ഉറക്കം കിട്ടില്ല. കാരണം മനസ്സിനെയല്ലേ ബാധിക്കുക. ടെൻഷനുള്ളവർ ഉറങ്ങുമോ? അതേമാതിരി തന്നെയാണ് വരിക. അപ്പം അത് കിട്ടി. ഡൂമ് കോൺക്രീറ്റ് അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കണം? അർത്ഥവൃത്താകൃതിയിൽ. അത് അങ്ങനെ ഉള്ളതൊരെണ്ണം ഏത് ജീവിയുടെ തോടാണ്? ആമയുടെ ഒരു തോടെടുത്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. ആമയുടെ ഒരു തോടെടുത്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. നേരത്തെ ചോദിച്ചില്ലേ എന്ത് വലിപ്പം വേണമെന്ന്, അത് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. ആമയുടെ പുറന്തോടിനനുസരിച്ച് വേണം മൾട്ടിപ്ലിക്കേഷൻ, നീളവും വീതിയും. ഒരു ആമയുടെ ഷേപ്പ്. ആമയാണ് ഏറ്റവും ദീർഘകാലം ജീവിക്കുന്ന ജീവി. അത് അതിൻ്റെ ആ ഡൂമിൻ്റെ അഡ്വാൻറ്റേജ് കൊണ്ട്. ഡൂമിൻ്റെ അഡ്വാൻറ്റേജ്, ആമയ്ക്കയുടെ തോടിൻ്റെ ഡൂമിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് മനസ്സിലാക്കിയവരാണ് പിരമിഡ് പണിതത്. ഈജിപ്തുകാരുടെ പിരമിഡ് അത് ആ ഷേപ്പിൻ്റെ അഡ്വാൻറ്റേജാണ് എടുക്കുക.